പാപികളെ വരുവേ യാചിപ്പിൻ, മുട്ടും നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. യാചിക്കുന്നു പ്രാപിക്കും, അന്വേഷിപ്പോ കൈക്കൊള്ളും. Mariandile dog, Yohanon down dog, Henune Wullo Fisone Lofine, Yesaramela. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർതൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുതാ വചനമത രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമത മൃതിരഹിത കാരുണ്യതാ മാർത്തിൻ മാർദ്ദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനായി വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രി കന്യകയാ മറിയാമീനും ഭേദമധന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നീജമൃതിയാ നിവർതൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിപാവനത്വൈക സുവിധാവോടൊപ്പം ജീവനഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി കുറിയേലായി ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതന സീമയതോളം നല്ലവൻ ഗേയോ കൈക്കൊള്ളുവോർ ഒക്കെയഴും ഭാഗ്യനിതൻ അറിയേശു സ്വർഗമഹാരാജ്യം. സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. അവർ യെരൂശലേമിനെ സമീപത്തെ ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള വലിയ മല വിട്ടു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, യെരൂകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളിച്ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതിയുടെ അവകാശത്തിലേക്ക് യോശുവായുമായി കൊണ്ടുവന്ന ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവനെ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാകുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനെ ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദവിടവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രമസ്ഥലം ഏത്? ഇതൊക്കെയും എൻ്റെ കയ്യിലേ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളിച്ചെയ്തു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ഹബീബായി ബാർക്കുമോ ധന്യൻ ചൊൽകട്ടെ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദോദൻ താനേകും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരത്തുന്നു. ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. ശ്ലീഹായുടെ സ്തുതി നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീരപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാപരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തോലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീരപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അത് ശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല.
എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ആഹായ് പാറയ്ക്കുമോ ചേരിടുവിൻ മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശ്ലോമോ അവിടുത്തെ ആത്മാവിനോട് കൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion gadishod moranishim shiho korusoso mohioniso men yuhanon sliho magarsono the magres hae forkono le olmo വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചുവനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. Sabine hakil dam davranu sed moran valo hain forkudilanishim shiho milsodai aloho dus basar men bisaltho kadishto maryam holende no khano hawa. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ആ ഞായറാഴ്ച നാളിൽ സന്ധിക്ക് ശിഷ്യന്മാർ യഹൂദരെ ഭയന്നു. അവർ ഇരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശു തമ്പുരാൻ അവരുടെ മധ്യേ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും അവൻ അവരോട് നിങ്ങൾക്ക് സമാധാനം, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതെ ഇരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതെ ഇരിക്കും എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 12 പേരിൽ ഒരുവനായ ഇരട്ടെന്ന് വിളിക്കപ്പെടുന്ന തോമ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ തോമ അവരോട് അവന്റെ കൈകളിൽ ആണിപ്പാട് കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് 8 ദിവസങ്ങൾ കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ ശിതം വരാൻ വന്നു നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നോക്കുക, നീ കൈനീട്ടി എൻ്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാ ശ്ലീഹ അവനോട്
എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നാ പറഞ്ഞു. യേശുവിനോട്, നീ എന്നെ കണ്ടതുകൊണ്ടാ വിശ്വസിച്ചു, എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നുവെന്ന് പറഞ്ഞു. ശൈനോ ലഖുൽഖു മാർത്തോമ പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി വരൻ പാർത്താനിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ശമനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ബർക്കമോർ സൗമൻ കാലോ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹറോനും ശമൂവേലിനും തൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ധൃത്വമായി ഏറ്റുപറയപ്പെട്ട ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകതയുമായ കർത്താവിന് സ്തുതി. തനിക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബർക്കമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ന പിതാവിന്റെ കൈകളാൽ കൊന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സർജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദൈവ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും നാപനിമഞ്ഞ തളിക്കണമേ. കർത്താതി കർത്താവും മാത്തുതന്റെ നാഥനുമായ മശിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും
നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലെവൽ മീ. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ആയുസ്സിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരും ആയിത്തീരുവാൻ നിനക്ക് തിരുവള്ളം തോന്നണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായി ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണകളാൽ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിൻ്റെ മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, നീതിമാനായ നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ഫല വഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാരത്തെ ശുശ്രൂഷയും ശമൂവേലിൻ്റെ സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷകളെയും പ്രാർത്ഥനകളെയും നീ സ്വീകരിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്തെ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരങ്ങളായ ഞങ്ങളുടെ കൈകളിൽ നിന്നോ ഈ പരിമള ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്കണയ്ക്കുവാനും ന്യായവിധിയുടെ ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടുകൂടെ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങളും യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലെവൽ മീ. കർത്താവ് ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മെനാലഹോനോ കാബേൻ ഹുസയോദ് ഹാബേ വൽ ശുഭഖോനോ ദാതോഹേ ബത്രാഹുനുൽ മൽ. ഓ Toyo eneunimar Kadish Abo Kadisho Amen. Bro Kadisho
Kadesh Roho Hayo Kadesh Adam Kadesh Lefirmod Hatoyo Avade Kado Es Mesraham Al-Nabishosan Al-Nabishoso Dabuhan Rabunan Malfonan Varanidan Vadukunahun Anida Mahaimne Yedadaito Kadishto Batraihun Ulmal വാർക്കുമോ ദിവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിന്റെ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായി പ്രകാരം സ്വർഗത്തിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശൂന്യാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടിനെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിഷ്ണുലേഖറുഹായിലും കാതോലികവും സ്നേഹവുമായ ഏകവിശ്വതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാ നിങ്ങൾ ഏറ്റുപറഞ്ഞ മരിച്ചുപോയയുടെ ഉറപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമീതാ മോചിക്കുന്ന നിഗയിപ്പുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും ദോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ ഇതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിദസ്തരുമാ തമ്മിൽ നിരക്കും സമയം
അതിനാൽ സോദരരെ വരുവേ, ഒരു കരുണയിരങ്ങി ബർക്കുമോർ സ്തോമൻ കാലോസ് കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമലത്താൻ ഓരോരുത്തരും അവനവന്റെ ഇടത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെന്ന് ഓദിയനാഥ നിൻ സ്നേഹം വാണിടണമെങ്ങളിലെന്നും. സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും നൈശാന്തി, മാനവരിടയിൽ സംപ്രീതി. ഭൂതലമെങ്ങും നൈശാന്തി, മാനവരിടയിൽ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവുൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവുൽമീ. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ ദയകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കൃപാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിസ്തോത്രവുമാകുന്നു. ഹുബോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ
മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ വിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, തിരുമുൻപാ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കതുക്കോയനാൻ ഒമറീന. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് തയ്യാറായപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറയ്ക്കുമോ ബാറേ അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തു. ലഹോനു അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് ശുദ്ധീകരിച്ച് ബാറയ്ക്കുമോ ബാറേ അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ലഹോനോ ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്നേഹന്മാരെ താൻ ഫലമേൽപ്പിച്ചു. അദാമോ ദോസേനോ ഹൃദയോ തിങ്ങൾ നിന്നുദ്ധാനമതേ ചോലി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വാരുളുക ഞങ്ങൾ കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. അതുമൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലബൂ ഖദംറോ. സർവശക്തിയുള്ള ദൈവമേ ഞങ്ങളിൽ അനുഗ്രഹം ചെയ്യണമേ.
ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര അഭിമന്യത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. നല്ലവനെ, ദയവ് തോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയിലായിസോൻ, കുറിയിലായിസോൻ, കുറിയിലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരമാക്കി തീർക്കുമാറാക്കട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ തിരുരക്തമാക്കി രൂപാന്തരപ്പെടുത്തുമാറാക്കട്ടെ. കർത്താവേ, ഈ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇത് കടങ്ങളുടെ പരിഹാരത്തിനായും തന്മൂലം അവർ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാർഖമോർ, ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരനായ ഈ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാരിക് മോർ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ നിന്റെ പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യ ഉയർത്തി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തമുള്ളവരായി തീരുവാനായിട്ടും
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കുല സുബ്ഹാൻ ലവൽമീ. ബാർക്കുമോർ നാൽഫാമുള്ള ദൈവത്തിന് സുഖങ്ങളെയും തേറാകളെയും സത്യവിശ്വാസത്തിനോട് വിശ്വാസികളും ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസിനും വചനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂര വാഴ്ചകളെയും ഞങ്ങളെ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അതിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കുല സുബ്ഹാൻ ലവൽമീ. ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്രീകന്മാരെയും ഏവൻഗലിസ്തന്മാരെയും സഹോദരന്മാരെയും മോദ്യന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മാബ്ദാനായെയും ഷെമാശന്മാർ പ്രധാനിയും സഹോദരന്മാർ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേപ്പാനോസിനെയും ശ്രീയന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കുല സുബ്ഹാൻ ലവൽമീ. ബാർക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ചങ്ങൾക്കായി ഏൽപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പ് കൂട്ടി നിത്യപ്രാവശ്യ വിശ്രമിക്കുന്നവരെയും നിക്കയിലും ഗുസ്ദിനോ പോലീസിലും എഫെസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരുശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും പീലക്സീനോസും മന്ദിമോസും മിയാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മീച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബുറുദാനായും മാർ അപ്രേമും മാറിയാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമൂന്തസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ
മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി വെക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബ്ഹാൻ ലവൽമീ. ബാർക്കുമോർ അരൂപികളുടെയും സലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്രയിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെ അറിവോട് മനസ്കൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്തത്തിന് നീ അർഹരാക്കി തീർക്കണമേ. അതുമൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ അതിരുനാമം ഞങ്ങളുടെ കർത്താവേ ശിമിശിഹായോടും നിന്റെ പരിശുദ്ധ റുഹായോടും കൂടെ സകലത്തിലും എന്നപോലെ ഈ കുർബാന വഴിയായി മാത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാക്കണമേ. ഓശോ വബുകൂല സുബ്ഹാൻ ലവൽമീ. തന്റെ തിരുനാമം പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറകളായ സകല തലമുറവരെയും ലോകാലോകളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. തുടയോനെ നിൻ വാതിൽ so
എന്നേക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ, വാരയ്ക്കുമോ കുറിയേലൈസോ. ചിത്താൻ യാചിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ, വാരയ്ക്കുമോ കുറിയേലൈസോ. അലിവോടു ശിക്ഷിച്ചടിയാരെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹരിശം നീക്കി കാക്കണമേ, വാരയ്ക്കുമോ കുറിയേലൈസോ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നാദം കേട്ട് കീടണമേ, വാരയ്ക്കുമോ കുറിയേലൈസോ. നിന്നെ വിളിക്കുന്നേ നാഥ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നുദവിക്കായി ബലഹീന, വാരയ്ക്കുമോ കുറിയേലൈസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ വബുക്കുല സുബാൻ ലെവുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വാർക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് മുമ്പ്
വീണ്ടും കരുണ കർത്താനും ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലത്തുകൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലെവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തെഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും അന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ഭയത്തോടും വിരലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കുതിശേ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭഹോ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവം മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ വാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരും നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കീടം ഒറിയോറാഹി നീലയിനുഹാദാരേ. സെന്റ് തോമസ് ഡേ എന്ന നിലയിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ ഓർക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ആ പരിശുദ്ധ പിതാവ്, പരിശുദ്ധ സഭയുടെ സ്ഥാപകനായ പിതാവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ, വളരും അവൻ ലബനോൻ കാരകിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കുന്നവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ശുഭോല ബോല ബറോവൻ റൂഹോ കാദീശോ. പോലും ആദാമുൽപോലും നീനാമേ. ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ. ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ
ഓർമ്മേ ബഹുമാനി നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനുഷ്യരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. പറക്കുമോർ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും സ്ലീഹായുടെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കിൽ കൊടുക്കുകയും ചെയ്ത കർത്താവിന് സ്തുതിയും തനിക്ക് പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെ സ്തുതിയും സ്തോത്ര ആരാധന യോഗ്യമാവുന്നു. സൗന്ദര്യശ്രേഷ്ഠനായ മാർത്തോമാ സ്ലീഹ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടുകൂടി ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ തോമാ സ്ലീഹ നീ ഭാഗ്യവാനാകുന്നു. യർമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മാർത്തോമാ സ്ലീഹ നീ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീവണ്ണാരത്തിന്മേൽ ജാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർത്തോമാ സ്ലീഹ നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും ഗോപശിക്ഷകൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനത ശക്തി പ്രാപിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാകുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ നീങ്ങിപ്പോവുകയും കടങ്ങൾക്കും പാവങ്ങൾക്കും മോചനം ലഭിക്കുകയും വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് യെരൂശലേം ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതന വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പറക്കുമോർ ഹോശോ ബവക്കോല സുബാലവൽമേ. Menalo hono kabel husoyod hobe wal shubkono do tohe batrahunal mal olam olmi. പ്രാർത്ഥനയിൻ സമയമീതല്ലോ തോമാ സ്ലീഹ പദവിൻ പാടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശി പോൽതൃ കൈവാട്ടേണം ബാറയ്ക്കുമോ. ശുഭോല ബോല ബറോ വൽ റൂഹോ കാദീശോ. നിന്നെ വരിച്ചൊരു താതനം മാർത്തോമാ സ്ലീഹ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനം സ്തോത്രം. നിന്നെ മൂടിച്ചോടിയിടുന്ന റൂഹാവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മുറിയോറാകി നിലയുവാതാറേ. പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെ തൻ കോപത്തിൻ അടികളെ മാറ്റിയിടാം. പുല്ലിന് തുല്യം നരരുടെ താളുകളോ ഹല്ലേലൂയ. പൂക്കും ഇത് വയലിൽ പോ ചെടി പോലെ പാറയ്ക്കുമോ. വനോലം വാദാമുൽ മോലം വൽമീനാമേ. ശരണത്താലെ
മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കവറിനുദ്യാനത്തിനായി സൗമൻകാലം സ്കുറിയേലായി സോ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ ശരീരം രക്തം പാനം ചെയ്തോ പാതാളത്തിൽ പോകാനാവിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്ന് മഹത്വം മുറിയോറാകിൽ നിലയിനോ ആധാരേ. പരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. അഭിനന്ദ തിരുമേനി ഇപ്പോഴ് പ്രസംഗിക്കുന്നതാണ്. കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ലീഹന്മാരിൽ മുമ്പനാണ് മാർത്തോമാ സ്ലീഹ. അതിൻ്റെ കാരണം ഞാൻ പറയാതെ ഏവർക്കും നിശ്ചയമുണ്ട്. ഈ ഭാരത മണ്ണിൽ കർത്താവായ യേശു മിശിഹായുടെ നിർമ്മല സുവിശേഷത്തെ അറിയിക്കുകയും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരികയും കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്ത പിതാവാണ് യഥാർത്ഥത്തിൽ മാർത്തോമാ സ്ലീഹ. അതുകൊണ്ട് ഇന്ന് ആ മാർത്തോമാ ക്രിസ്ത്യാനികൾ വിവിധ സഭകളിലായിട്ട് ഉൾപ്പെട്ടു നിൽക്കുന്നു എങ്കിലും എല്ലാ ക്രൈസ്തവരുടെയും, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരുടെയും ആത്മീയ പിതാവ് യഥാർത്ഥത്തിൽ മാർത്തോമാ സ്ലീഹായാണ്. ആ പൈതൃകം നമുക്ക് തന്നെയല്ല, മാർത്തോമാ സുറിയാനി സഭ, കത്തോലിക്ക അറിയത്തിൽപ്പെടുന്ന സീറോ മലബാർ സഭ, മലങ്കര കത്തോലിക്കര്, തോഴിയൂർ സഭ, CSIയിലെ സെൻട്രൽ കേരള ഡയസിസിലെ കുറേ ഇടവകൾ, ഇവർക്കൊക്കെ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ ആളുകൾക്കും പൊതുവായിട്ട് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ് മാർത്തോമാ സ്ലീഹായുടെ പൈതൃകം. ആ പിതാവ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം പ്രാപിച്ചത് ഡിസംബർ മാസം 21-ാം തീയതിയാണ് എങ്കിലും സാധാരണ വർഷങ്ങളായിട്ട് ജൂലൈ 3 സെൻറ് തോമസ് ഡേ എന്ന നിലയിൽ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രവും നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിലാക്കി കാണും. മാർത്തോമാ സ്ലീഹായുടെ ശവകുടീരം കണ്ടെത്തുകയും അതിലുണ്ടായിരുന്ന അവശേഷിച്ച അസ്ഥികൾ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ദിവസമാണ് ഇന്ന്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു നഷ്ടത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ പിതാവിൻ്റെ ഭൗതിക അവശിഷ്ടത്തെ, വിശുദ്ധമായ ഭൗതിക അവശിഷ്ടത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഈ ദിനമാണ്. എന്നാൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇത് കെട്ടുകഥയായിരുന്നില്ല, ചരിത്രത്തിലെ ഒരു സംഭവമായിരുന്നു എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം കണ്ടെത്തി എന്നുള്ളത് ഈ ദിനത്തിൽ കൂടെ ആയതുകൊണ്ട് ഈ ദിവസത്തെ പൊതുവെ സെൻറ് തോമസ് ഡേ എന്ന നിലയിലാണ് ക്രൈസ്തവരെല്ലാം തന്നെ ആഘോഷിക്കുന്നത്. മാർത്തോമാ സ്ലീഹായുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരുന്നു എന്ന് പരിശോധിക്കുവാനായാണ് ഏതാനും നിമിഷങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരും എപ്പോഴും പറയുന്നത് സംശയാലുവായ മാർത്തോമാ സ്ലീഹ എന്ന നിലയിൽ ഡൗട്ടിങ് തോമസ് എന്നൊരു പ്രയോഗം തന്നെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ സംശയാലുവായ ഒരു പിതാവായിരുന്നു എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു തോമാ സ്ലീഹ എന്നൊന്ന് അന്വേഷിക്കുവാനായിട്ടാണ് ഞാൻ ഈ നേരം ശ്രമിക്കുന്നത്. 3 സുവിശേഷ വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നും ആഗ്രഹിക്കുകയാണ്. തോമാ സ്ലീഹ
സംശയാലുവായ അല്ലെങ്കിൽ ധീരതയില്ലാത്ത ഭീരുവായ ഒരു വ്യക്തിയായിരുന്നു എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയല്ല, മറ്റ് 11 ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ധീരനായിരുന്നു അദ്ദേഹം എന്നതിന് ഈ ദൈവത്തിൻ്റെ വചനം ഒന്നല്ല 3-ലധികം സന്ദർഭങ്ങളിൽ അതിന് തെളിവ് നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്ന് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തോമ അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെയാണ് വഴി ഞങ്ങൾ അറിയുന്നത്? ഇത് പ്രത്യക്ഷത്തിൽ കേട്ടുകഴിഞ്ഞാൽ വഴി നിശ്ചയമില്ലാത്ത ഒരാളുടെ വിലാപമായിട്ടാണ് സാധാരണ ഗണിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത് വളരെ ആഴമായ തത്വചിന്ത ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു തത്വചിന്ത ആചാര്യന്റെ വാക്കുകളായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊള്ളേണ്ടത്. അതിൻ്റെ കാരണം 14-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തുടങ്ങുന്ന വാക്യങ്ങളുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് തോമ പറയുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ പോകുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നൽകുന്നത്, ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് കർത്താവ് പറഞ്ഞ ഉടനെ തോമാശ്ലീഹ പറയുകയാണ്, തോമാവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയും? വാട്ട് ഈസ് ദ വേ? മാർഗം ഏതാണ്? ഇത് തത്വചിന്തയിൽ എല്ലാ കാലവും, പൗരാണിക തത്വചിന്തയാണെങ്കിലും ആധുനിക തത്വചിന്തയിലാണെങ്കിലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫിലോസഫിക്കൽ കാറ്റഗറിയാണ് യഥാർത്ഥത്തിൽ ദ വേ എന്നുള്ളത്, വഴി എന്നുള്ളത്. ഈ വഴി തേടിപ്പോവുകയാണ് മനുഷ്യന്റെ ലക്ഷ്യം. വഴി തേടി അലയുന്ന ആളുകളുണ്ട്, വഴി തേടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്ന ആളുകളുണ്ട്, വഴി തെറ്റി ഉഴലുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വഴി തിരിച്ചറിയുക എന്നത് ഒരുവന്റെ വ്യക്തിത്വത്തിന്റെ ക്ലാരിറ്റിയെ കാണിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിലുപരിയായിട്ട് ശരിയായ വഴി ഏതായിരിക്കണം എന്ന ധാരണയോടുകൂടി ദ കറക്റ്റ് വേ ബൈ വിച്ച് ഓർ ഇൻ വിച്ച് ഓർ ത്രൂ വിച്ച് ഐ ഹാവ് ടു മൂവ്, ഏത് വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ ദറ്റ് വൺ ഹാസ് വെരി ഗുഡ്, വെരി ക്ലിയർ ഐഡിയ അബൌട്ട് ഹിസ് ഫ്യൂച്ചർ, ഹിസ് എൻഡ് ആൻഡ് ദെയർഫോർ ദ വേ. തനിക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ലക്ഷ്യം നിശ്ചയമില്ലാത്ത ഒരാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ശരിയായ വഴി കണ്ടെത്താൻ ഒക്കെയില്ല. കോട്ടയത്തിന് പോകാൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി മാന്നാർ വഴി, പൊടിയാടി വഴി, തിരുവല്ല വഴി കോട്ടയത്തിന് പോകും. കോട്ടയത്തിന് പോകാൻ കോട്ടയം എവിടെയാണെന്ന് നിശ്ചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി ബുധനൂർ വഴി, ചെങ്ങന്നൂർ വഴി നേരെ തെക്കോട്ട് എയിംസ് റോഡ് വഴി യാത്ര ചെയ്താൽ എങ്ങനെയിരിക്കും? അപ്പോൾ who has a clear-eyed evidence or clear understanding about his own end, അവന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായ ധാരണയുള്ളവരാണ് യഥാർത്ഥത്തിൽ വഴിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആ വഴി എന്തായിരിക്കണം എന്ന സുനിശ്ചിതത്വം നേടുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. തോമസ് ലീഹ ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു? അതറിഞ്ഞിട്ട് മതിയല്ലോ വഴി എന്നല്ലേ അതിൻ്റെ അർത്ഥം. നീ എവിടെ പോകുന്നു? Prior to know the way, I should know the end of my trip, my journey. വഴി ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചേരേണ്ടത് എവിടെയാണെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടാകണം. അതുകൊണ്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു? So we are not bothered about the way by which you are going, but we are bothered about the end, where you have
ടു റീച്ച്. നീ എത്തിച്ചേരേണ്ടുന്ന മാർഗം, നിന്റെ ലക്ഷ്യം എന്താണ്? ഈ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ആ ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ട വഴി ഏതാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ പറയും, 12 ശിഷ്യന്മാരിൽ അതിശക്തമായ താത്വിക ചിന്ത ഹൃദയത്തിൽ അരതല്ലിയിരുന്ന സ്ലീഹായാണ് തോമാസ് സ്ലീഹ എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് എന്നതിന് തർക്കമില്ല. അദ്ദേഹം അതിശക്തമായ താത്വിക ചിന്ത നിലനിർത്തിയിരുന്ന, അതിലൂടെ ആധ്യാത്മികതയുടെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. വേറൊരു ഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അതൊന്ന് ഞാൻ വായിക്കുകയാണ്. 3 വാക്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന തോമസ് മറ്റ് ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ധീരതയെ കാണിക്കുന്നതാണ്. ഭീരുവായിരുന്നില്ല തോമാസ് ലീഹ. എന്താണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം? അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ബെഥാന്യയിലെ ലാസറിനെ യേശുദമ്പനാൻ ഉയർപ്പിച്ചു. അത് അനേക യഹൂദർക്ക് ശത്രുതയ്ക്ക് കാരണമായി. അതുകൊണ്ട് ഇവനെ ഇനി യെരുശലേമിൽ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയണം. ഇത് കുറെ യഹൂദ നേതാക്കള് ധാരണയായ സംഗതിയാണ്. അത് കർത്താവിനറിയാം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കും അറിയാവുന്ന വസ്തുതയാണ്. യെരുശലേമിൽ അവനെ കണ്ടാൽ ഇനി കൊല്ലുക, ജീവനോടെ വയ്ക്കരുത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, വരുവീൻ, നമുക്ക് യെരുശലേം വരെ ഒന്ന് പോകാം. ഉടനെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു, ഗുരു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ പൊടി പോലും ഇവിടെ വെച്ചേക്കുകയില്ല. അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കണോ എന്നുള്ള നിലയിൽ മറ്റ് ശിഷ്യന്മാര് അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെയാണ് തോമാസ് ലീഹയുടെ ധൈര്യം. തൻ്റെ ഇടത്തോടെ മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, അവനോടുകൂടി മരിക്കേണ്ടി വന്നാലും പോയേ പറ്റൂ. വരുവീൻ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം അവന്റെ കൂടെ. എന്തുകൊണ്ടാണ് തോമാസ് ലീഹ ഇങ്ങനെ പറഞ്ഞത്? ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ലേ? ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നില്ല. മറിച്ച് he was fully conscious about the cost of discipleship. ശിഷ്യത്വത്തിന്റെ വില എത്രയുണ്ട് എന്ന് നല്ലതുപോലെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകണമെങ്കിൽ ഒരു പക്ഷേ ജീവൻ തന്നെ വെടിയേണ്ടി വന്നേക്കാം. എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അവരുടെ നാഥൻ അരുളി ചെയ്ത വചനത്തെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട വ്യക്തി ഈ 12 പേരിൽ തോമാസ് ലീഹായാണ്. പിന്നീട് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മറ്റ് ശിഷ്യന്മാര് അതെല്ലാം ഉൾക്കൊണ്ടു എങ്കിലും അതിനൊക്കെ എത്രയോ നാള് മുമ്പ് തോമാസ് ലീഹ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. വരുവീൻ, അവനോടുകൂടെ മരിക്കേണ്ടി വന്നാലും പോകാം. എന്താ കാരണം? സിൻസ് വി ആർ ഹിസ് ഡിസൈപ്പിൾസ് ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫോളോ ജീസസ്, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ we have to sacrifice even our own life. നമ്മുടെ ജീവനെ ബലികഴിക്കുവാനായിട്ട് ആയെങ്കിലേ സാധ്യമാകുകയുള്ളൂ. യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിന്റെ വില എത്രയുണ്ട് എന്നുള്ളത് ഭംഗിയായിട്ട് ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നത് തോമാസ് ലീഹായാണ്. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, നാസി ഭരണകാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് മരിച്ച ഒരു പ്രൊട്ടസ്റ്റന്റ് വൈദികനെ കുറിച്ച് ബോൺഹോഫർ, ഒരു വലിയ ദൈവശാസ്ത്രജ്ഞൻ കൂടെയാണ്. ഈ ബോൺഹോഫർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇന്നും വളരെയേറെ വിലമതിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേരും ഇത് തന്നെയാണ്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ വില. ഈ ശിഷ്യത്വത്തിന്റെ വില എത്രയുണ്ടെന്ന് പറയുവാൻ ബോൺഹോഫർ ഒരു തടിച്ച ഗ്രന്ഥം എഴുതേണ്ടി വന്നുവെങ്കിൽ ശിഷ്യത്വത്തിന്റെ വില എത്രയുണ്ടെന്ന് ഒറ്റ വാക്കുകൊണ്ട് തോമാസ് ലീഹ നിർവചിച്ചു കഴിഞ്ഞു. വരുവീൻ,
അവനോടുകൂടെ മരിക്കേണ്ടി വന്നാലും നമുക്ക് പോകാം. ഇതാണ് ശിഷ്യത്വത്തിന്റെ വില. അവനാണ് നമ്മുടെ പിതാവ്. ആ തോമാശ്ലീഹായുടെ സന്തതികളാണ് നമ്മൾ. ഉണ്ടോ എവിടെയെങ്കിലും, ആരില്ലെങ്കിലും, ഹൃദയത്തിന്റെ കോണുകളിൽ എവിടെയെങ്കിലും വരുവീൻ, അവന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയത്തിൽ ഇല്ലെന്നുള്ള ഞാൻ കൺഫസ് ചെയ്യുകയാണ്. പക്ഷേ തോമാശ്ലീഹ എന്ന നമ്മുടെ പിതാവ് പറയുകയാണ്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഈസ് അവർ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ് ഈവൻ അവർ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ജീവനെ ബലികഴിക്കുവാൻ ആവശ്യമെങ്കിൽ അതിന് തയ്യാറായിരിക്കണം എന്ന വലിയ സംഗതി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഒടുവിൽ മറ്റൊരു വാക്യം കൂടെ നിങ്ങളുടെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അത് ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയൻ ഭാഗത്തു നിന്നാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇരുപതാം അധ്യായത്തിന്റെ മുഴുവൻ ഉയർത്തെഴുന്നേറ്റ ആദ്യ ദിനത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടെ ആ കൂട്ടത്തിൽ തോമാശ്ലീഹ ഉണ്ടായിരുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യഹൂദരെ ഭയന്ന് ശിഷ്യന്മാരെല്ലാവരും തങ്ങൾ ഇരുന്നിരുന്ന വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെളി കണ്ടാൽ യഹൂദന്മാരെ തല്ലിക്കൊല്ലും. അങ്ങനെ എല്ലാ യഹൂദരെയും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ, അവരുടെ അടുക്കിലേക്ക് കർത്താവ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയാമോ? ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമില്ല. ആരാ? തോമാശ്ലീഹ. എങ്ങനെ എവിടെ പോയതാ? കടയോ സാമാനം വാങ്ങാൻ പോയതാണോ? അല്ല. ഭീരുക്കളായിട്ട് എല്ലാവരും ഈ മുറിയിൽ അടച്ചിരിക്കുന്ന നേരത്ത് യെരൂശലേം വീഥികളിലൂടെ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട തന്റേടിയായ ധീരനായ ഒരേ ഒരു അപ്പോസ്തലൻ, അത് നമ്മുടെ പിതാവ് തോമാശ്ലീഹ. മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. പത്രോസിനില്ല, യോഹന്നാനില്ല, യാക്കോബിനില്ല, ഫിലിപ്പോസിനില്ല, അന്ത്രയോസിനില്ല, ശീമോനില്ല, യൂദായ്ക്കില്ല. അവർക്കാർക്കുമില്ലാത്ത അസാധാരണ ധൈര്യം തോമായ്ക്കുണ്ടായി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെ പോയി? ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അന്ന് വൈകിട്ട് ഒരുപക്ഷെ വേഷപ്രശ്നനായിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം യെരൂശലേം വീഥികളിലൂടെ ഒരു പരിശോധനയ്ക്ക് എന്താണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്, ഇതറിയുവാനായിട്ട് ഒളിച്ചിരിക്കാതെ തൻ്റെ ഇടത്തോടെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതുകൊണ്ടുകൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന് അദ്ദേഹത്തിന്റെ ഫിലോസഫിക് മൈൻഡ്, രണ്ട് അദ്ദേഹത്തിന്റെ ധീരത. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് 12 ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ള ദേശത്തേക്ക് പരിശുദ്ധ റൂഹ അദ്ദേഹത്തെ അയച്ചത്. എവിടോട്ടാ? ഈ കേരളത്തിന്റെ തെക്കേ കോണിലേക്ക്. നമ്മുടെ പിതാവാകാൻ തോമാശ്ലീഹായെ അയച്ചത് അതുകൊണ്ടാണ്. കാരണം ഇത്രയും തത്വചിന്ത അറിയാവുന്ന ഒരാള് ആ കൂട്ടത്തിൽ ഇല്ല. രണ്ട്, ഇത്രയും ധൈര്യശാലിയായ ഒരാള് ആ കൂട്ടത്തിൽ ഇല്ല. കാരണം എന്താണ്? AD 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിലോസഫിക്കൽ, ഇന്ത്യ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, തത്വചിന്തയിൽ ഇന്ത്യ അതിൻ്റെ അത്യുച്ച കോടിയിൽ എത്തിച്ചേർന്ന കാലഘട്ടം 1-ാം നൂറ്റാണ്ടാണ്. അതായത് 6 ഹൈന്ദവ ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്ന ദർശനങ്ങൾ, അതുകൂടാതെ ബുദ്ധദർശനം, ജൈനദർശനം, ഇങ്ങനെ അതിശക്തമായ 2 ദർശനങ്ങൾ, പിന്നീട് ചാർവാക അല്ലെങ്കിൽ ഇന്ത്യൻ മെറ്റീരിയലിസം, ഇങ്ങനെ 9 തത്വശാസ്ത്ര ചിന്തകൾ അതിശക്തമായിട്ട്, അതിൽ തന്നെ കേരളത്തിൽ ബുദ്ധ തത്വചിന്ത അതിശക്തമായിരുന്ന നൂറ്റാണ്ടാണ് 1-ാം നൂറ്റാണ്ട്. അപ്പോൾ ഹൈന്ദവ ചിന്തയും ദർശനവും
ബുദ്ധദർശനവും ഒക്കെ ശക്തമായിരിക്കുന്ന ഈ നാട്ടിൽ എന്നെ പോലോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളെ വിട്ടാൽ 4 പേരുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കും. പക്ഷേ ആ ചോദ്യങ്ങളോട് തൻ്റെ ഇടത്തോടെ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ തത്വചിന്തയിൽ അഗ്രഗണ്യനായ ഒരാൾ വേണം. അത് ഒരുവനേ ഉള്ളൂ, തോമാസ് ലീഹ. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ അയച്ചത്. 2, ഇത്രയേറെ ദൂരം കടൽ യാത്ര ചെയ്ത് സഞ്ചരിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊണ്ടൊക്കെയില്ല. അതിന് ധീരനായൊരു സ്ലീഹ വേണം. അവിടെയും ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് തോമാസ് ലീഹായെയാണ്. ഒരു ചിന്ത കൂടെ, 3ാമത്തെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അതാ ഞാൻ പറഞ്ഞു വന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം അദ്ദേഹം അവിടെ ഇല്ല, മറ്റ് ശിഷ്യന്മാരുണ്ട്. കർത്താവ് വന്നു, സമാധാനമൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തോമാ തിരിച്ചെത്തിയ ഉടനെ വലിയ സന്തോഷത്തോടെ ഈ ശിഷ്യന്മാർക്ക് എന്തോ പ്രത്യേകതയുണ്ടായി എന്ന നിലയിൽ അവർ പറഞ്ഞു, തോമായെ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താ? നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോടാ കുഞ്ഞേ എന്നുള്ള ഒരു കൊറോളറി അവിടെയുണ്ട്. തോമസ് ലീഹ കൂസിയില്ല. അയ്യോ കഷ്ടമായി പോയല്ലോ, ഞാൻ പോയ നേരത്തെ അവൻ വന്നല്ലോ, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വല്ലതും വിലപിച്ചോ അദ്ദേഹം? ഇല്ല. ഹി വാസ് stern and stubborn. അദ്ദേഹം പറഞ്ഞു, എനിക്കവനെ കാണണം, അവന്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലൊന്ന് ഇട്ടു നോക്കണം, അവന്റെ വിലാപ്പുറത്ത് എൻ്റെ കരങ്ങളൊന്ന് വെച്ചു നോക്കണം, അല്ലാതെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയില്ല. ഐ നീഡ് direct experience of the risen Christ. I need direct experience of my Guru. എൻ്റെ ഗുരുവിൻ്റെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അനുഭവം എനിക്ക് നേരിട്ട് കിട്ടണം. പിടിവാശിയല്ലേ? അതെ. പക്ഷേ ആ പിടിവാശിക്ക് മുമ്പിൽ സാക്ഷാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തയ്യാറായി. തോമാ കൂടെയുള്ള അടുത്ത 8ാം ദിവസം അദ്ദേഹം വന്നു, സമാധാനം. എന്നിട്ട് പറഞ്ഞു, തോമായി നിന്റെ കൈഞ്ഞു കൊണ്ടുപോവാ, നീ എൻ്റെ ആണിപ്പഴുതൊക്കെ ഒന്ന് വിരലിട്ട് നോക്ക്, നീ എൻ്റെ വിലാപ്പുറത്ത് ഒന്ന് തൊട്ടു നോക്ക്. തൊട്ടു നോക്കി എന്നെഴുതിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് അന്നയോളം ആരും പറയാത്തൊരു വലിയ ഡിക്ലറേഷൻ ഉണ്ടായി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഒരുത്തനും അതുവരെ പറഞ്ഞില്ല അങ്ങനെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്. എൻ്റെ പിന്നെ സംശയത്തിന് ഇടയില്ല. ഡയറക്റ്റ് എക്സ്പീരിയൻസ്. 2 ചിന്തകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശക്തി കേട്ടറിവല്ല. ഹൗ ടു റിയലൈസ് ദ പവർ ഓഫ് റിസറക്ഷൻ. യേശു ഉയർത്തെഴുന്നേറ്റു, ആ ഉയർപ്പിന്റെ ശക്തി എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒന്നേ ഉള്ളൂ മാർഗം. തോമസ് ലീഹ ഒരു മാർഗമേ കാണിച്ചുള്ളൂ, ബൈ ടച്ചിങ് ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മുറിവുകളെ തൊട്ടു നോക്കുക വഴിയായി, ക്രിസ്തുവിന്റെ മുറിവുകളെ സ്പർശിക്കുക വഴിയായി യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇഫ് യു വാണ്ട് ടു റിയലൈസ് ദ പവർ ഓഫ് റിസറക്ഷൻ ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണമെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അന്യോന്യം പറയുന്നത് കൊണ്ടായില്ല, മറിച്ച് യു ഹാവ് ടു റിയലൈസ് ദ പവർ ഓഫ് റിസറക്ഷൻ ബൈ ടച്ചിങ് യുവർ ഓൺ വൂണ്ട്സ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന മുറിവുകളെ തൊട്ടു നോക്കുമ്പോഴാണ് ഉദ്ധാനം ചെയ്തവന്റെ ശക്തി എൻ്റെ അന്തരംഗത്തിൽ, എൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് കാണാൻ എനിക്കൊക്കുന്നത്. ഓർക്കുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മുറിവുകളുള്ള ആളുകളാണ്. ദാരിദ്ര്യത്തിൻ്റെ, സാമ്പത്തിക ക്ലേശത്തിൻ്റെ, രോഗത്തിൻ്റെ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനയുടെ, തൊഴിലില്ലാത്തതിൻ്റെ, ഇങ്ങനെ എന്തെല്ലാം മുറിവുകൾ ഹൃദയത്തിൽ ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയപ്പെടരുത്, പേടിക്കരുത്. ആ മുറിവുകളെ തൊട്ടു നോക്കുക. ആ മുറിവുകളിലൂടെ തന്നെ ഉയർപ്പിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. പക്ഷേ വേണ്ടത് എന്താണ്?
അവൻ്റെ മുറിവ് തൊട്ട് നോക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നുള്ള ഡിറ്റർമിനേഷൻ, അതാണ് തോമാസ് സ്ലീഹായിൽ കാണുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. 3 അസാധാരണമായ ക്വാളിറ്റീസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ കാണുന്നു. 1, അദ്ദേഹം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠനായ തത്വചിന്തകനായ സ്ലീഹായായിരുന്നു. 2, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരനായ ശിഷ്യനായിരുന്നു. 3, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ മുറിവുകളിലൂടെ തിരിച്ചറിഞ്ഞവനായിരുന്നു തോമാസ് സ്ലീഹ. ഇനി നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, അവനെ ഡൗട്ടിങ് തോമസ്, സംശയാലയമായ തോമസ് എന്ന് വിളിക്കുന്നത് ന്യായമോ അല്ലയോ? എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സുവിശേഷത്തിൽ ജനിപ്പിച്ച എൻ്റെ പിതാവായ തോമാസ് സ്ലീഹ മറ്റ് 11 പേരേക്കാൾ തത്വചിന്തകനും ധൈര്യശാലിയും മുറിവുകളിലൂടെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ എന്നോട് നിരന്തരം പറയുന്നവനുമാണ്. ആ തോമായുടെ സന്തതിയായിട്ട് അദ്ദേഹം സ്ഥാപിച്ച സഭയിലെ അംഗമായിട്ട് വേല ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുവല്ലോ, പാപിയായ ബലഹീനനായ എനിക്ക് എന്നുള്ള സന്തോഷം, അതാണ് എൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നത്. അതുകൊണ്ട് തോമാസ് സ്ലീഹായുടെ ധീരതയും അദ്ദേഹത്തിൻ്റെ മുറിവുകളെ തൊട്ടുനോക്കാനുള്ള കരുത്തും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അന്വേഷണവും നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുമ്പസാരം നടത്തുകയോ ഹൂസോയോ പ്രാപിക്കുകയും ചെയ്ത ഓർത്തഡോക്സ് വിശ്വാസികൾ മാത്രം മുന്നോട്ട് കടന്നു വന്ന് കുർബാന അനുഭവിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കുമ്പസാരം നടത്തുകയോ ഹൂസോയോ പ്രാപിക്കുകയോ ചെയ്തവർ മാത്രം മുന്നോട്ട് കടന്നു വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു, കുർബാന അനുഭവിക്കുവാനായി. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള പ്രാർത്ഥന ഏവരും ഏറ്റുചൊല്ലണം. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാനെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. ഞങ്ങൾ യോഗ്യനായി തീരണമേ. ആമേൻ. പട്ടക്കാരോട് ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയ അണിചാരവരനിശം തന്നോട് സഭയെ വിടേ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. മണ്ണിൻ വിളവുകൾ ശ്രേഷ്ഠാചാര്യൻ പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ തലമുറയും തനിക്കു സ്തുതി. ഞങ്ങളുടെ
രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനും നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നോ നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ അതിനു മുൻപാകെയുള്ള പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തിരുക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവന്റെ നമ്മുടെ രക്ഷകരമായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും വന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേവാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവുമെന്നേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോനെ ശരണം നീയേ, ഹൃദയം ഉയർത്തും നീ തന്നെ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കോലസ്ബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുടെ കർത്താനും പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മശിഹ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കൂലസ്ബാൻ ലവൽമീ. ആമീൻ. ബാരക്കുമോ. സന്ദേഹത്താൽ സാക്ഷാൽ കർത്താവാം ദൈവത്തെ തെളിവാ
സുവിശേഷിപ്പാൻ പല നാടുകളിൽ ചുറ്റി നടന്നാൻ ഒടുവിൽ ദക്ഷിണ ഭാരതമതിലൊരു കലനാൽ ആദനായി റഹേം സ്ലീഹോയേ സോവോമൻ ഉറഹോയ് ദിന്തോ താനേലുറഹായ് സാമേനോ മെന്ദറുകും തോ ഓ മൊറുത്തോമാ ആല അൽദാൻ മേലാസ് ഹായാസ് ബാർസോ ആഫിസ് ലമോറോക് അൽ കുല്യൽദായ് ബ്നായോദുയിത്തോ ധനയാമ വിധവയുടെ ചില്ലി കാശിനു തുല്യമതായി ദിന്തിരു സഭയുടെ സുതരിൽ ഈ തിരുബലിയെ കൈക്കൊള്ളുക. യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോർക്കും. സെലൂൻ ബസ്ലമോ ആഹായ് ഹബീബായ്. എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ ഭാവരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും തണ്ണീർ കുടികളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടുള്ള സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവേശുമിശിഹായുടെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വന്ദിതനാം ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയടച്ചു ബലി